ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തകാലം അടുത്തു. അതേ പ്രിയരെ, ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്ത നിവൃത്തിയുടെ സമയം അടുത്തു. പ്രൈസ് ദി ലോർഡ്. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്തകാലം അടുത്തു. നിൻ്റെ ജീവിതത്തിൽ വാഗ്ദത്ത നിവൃത്തി വെളിപ്പെടാൻ പോകുന്നു. എല്ലാവർക്കും നല്ലൊരു പ്രഭാത വന്ദനം ഞാൻ അറിയിക്കുകയാണ്. ജേണി വിത്ത് ഹോളി സ്പിരിറ്റ് എന്ന ദൈവിക സന്ദേശവുമായി നിങ്ങളുടെ മുൻപിലായിരിക്കാം. ദൈവത്തിനാൽ ഒരുക്കുന്ന വലിയ കൃപകൾക്കായി ഞാൻ എൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ പകൽക്കാലം എൻ്റെ ഹൃദയത്തിൽ ദൈവം തന്നൊരു ചെറിയ ചിന്ത വേഗത്തിൽ ഞാൻ നിങ്ങളോട് കൈമാറി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുകയാണ്. വചനം ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം അതിൻ്റെ 17-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നു. ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ, ഒരിക്കൽ കൂടെ വായിക്കുന്നു, ദൈവം അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്തകാലം അടുത്തപ്പോൾ ജനം മിസ്രൈമിൽ വർദ്ധിച്ചു പെരുകി. അതേ പ്രിയരെ, ഇന്നിൻ്റെ ജീവിതത്തിനകത്ത് നമുക്കും ധൈര്യം നൽകി എവിടെയൊക്കെ മങ്ങിപ്പോയ, എവിടെയൊക്കെ അസ്തമിച്ചുപോയ പ്രതീക്ഷകൾക്ക് ഊർജം നൽകുന്നതാണ് ദൈവിക വാഗ്ദത്തങ്ങളും പ്രവചനങ്ങളും. ഒരുപക്ഷെ പ്രവാചകനിലൂടെ കേട്ടതായിരിക്കാം, ദൈവവചനത്തിലൂടെ നമ്മൾ കേട്ടതായിരിക്കാം, അല്ലെങ്കിൽ ദൈവം നമ്മോട് നേരിട്ട് സംസാരിച്ച ദൈവത്തിൻ്റെ വാഗ്ദത്തങ്ങളായിരിക്കാം. എന്തുമായിക്കൊള്ളട്ടെ, ഈ പകൽക്കാലം വചനം ഇങ്ങനെ പറയുന്നു. അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 7-ാം അധ്യായം ഇങ്ങനെ പറയുന്നു. അങ്ങനെ അബ്രഹാമിൻ്റെ വാഗ്ദത്തകാലം അടുത്തപ്പോൾ എന്ന് പറഞ്ഞാൽ, അബ്രഹാം കേട്ട വാഗ്ദത്തം നിവർത്തിപഥത്തിലേക്ക് വരുന്ന ഒരു കാലം അവൻ്റെ ജീവിതത്തിനകത്ത് വെളിപ്പെട്ടു. ഈ പകലിലും നിങ്ങൾ ഏത് സാഹചര്യത്തിലിരുന്ന് ദൂത് കേട്ടാലും, ഒരുപക്ഷെ സമൃദ്ധിയിലായിരിക്കാം, ഒരുപക്ഷെ കഷ്ടതയിലായിരിക്കാം, ഏത് മേഖലകളിൽ ഇരുന്ന് ഈ സന്ദേശം കേട്ടാലും ഞാൻ ആത്മാവിലൊരു ദൂത് കൈമാറാം. നിന്റെ വാഗ്ദത്ത നിവർത്തിക്ക് എൻ്റെ ദൈവം ഒരു സമയം വച്ചിട്ടുണ്ട്. എൻ്റെ ദൈവം ഒരു കാലം വച്ചിട്ടുണ്ട്. ഇന്നുവരെയും നീ അനുഭവിച്ചിട്ടില്ലാത്ത ചില വാഗ്ദത്ത നിവർത്തികൾ നിന്റെ ജീവിതത്തിനകത്ത് വെളിപ്പെടാൻ എൻ്റെ ദൈവം ഒരു ടൈം സെറ്റ് ചെയ്ത് വച്ചിട്ടുണ്ട്. അർത്ഥാൽ നീ കേട്ട വാഗ്ദത്തം നിന്റെ ചെവിയിലൂടെ ദൈവാത്മാവ് നിന്റെ ഹൃദയത്തിൽ വ്യക്തിപരമായി ഇടപെട്ട, അല്ലെങ്കിൽ ഒരു പ്രവാചകനിലൂടെയോ ദൈവവചനത്തിലൂടെയോ ദൈവം നിന്നോട് പേഴ്സണലി സംസാരിച്ച വാഗ്ദത്തങ്ങളുടെ നിവർത്തിയുടെ ഒരു കാലഘട്ടമുണ്ട്. കേൾപ്പാൻ ഒരു കാലമുണ്ടായിരുന്നെങ്കിൽ അത് നിവർത്തിപഥത്തിലേക്ക് വരുന്നൊരു കാലഘട്ടമുണ്ട്. അധൈര്യപ്പെടേണ്ട. ദൈവമാണോ വാഗ്ദത്തം പറഞ്ഞത്? എത്ര പ്രതികൂലങ്ങളേറിയാലും വാക്കു പറഞ്ഞവൻ മാറില്ല. ആരെല്ലാം നിനക്കെതിരെ തിരിഞ്ഞാലും, ആരും നിന്നെ പരിഗണിച്ചില്ലേലും, നിന്റെ സാഹചര്യങ്ങൾ മുഴുവനും വാഗ്ദത്ത നിവർത്തിക്ക് പ്രതികൂലമാണെങ്കിലും, വാഗ്ദത്ത നിവർത്തിക്ക് അനുകൂലമല്ലെങ്കിലും, എൻ്റെ ദൈവം നിനക്ക് വേണ്ടി വച്ചിരിക്കുന്ന വാഗ്ദത്ത നിവർത്തിയുടെ കാലത്ത് നിന്റെ ജീവിതത്തിനകത്ത് ദൈവപ്രവർത്തികൾ വെളിപ്പെടും. ഈ പ്രഭാതത്തിൽ ഞാൻ നിങ്ങളെ നോക്കി ആത്മാവിൽ പ്രവചിക്കുക. ദൈവം നിന്നോട് പറഞ്ഞ വാഗ്ദത്ത നിവർത്തിയുടെ കാലം തികയട്ടെ. ഈ പകൽക്കാലം മുതൽ ചില വാഗ്ദത്ത നിവർത്തിയിലേക്ക് നീ സ്റ്റെപ്പ് എടുത്തു വയ്ക്കട്ടെ. നീ കേട്ട വാഗ്ദത്തം കണ്ണുകൊണ്ട് കാണുവാനും കരം കൊണ്ട് തൊടുവാനും
നിൻ്റെ കുടുംബത്തിൽ വെളിപ്പെടാനും എൻ്റെ ദൈവം സെറ്റ് ചെയ്ത സമയം ഈ പകൽക്കാലം വെളിപ്പെടാൻ പോകുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർക്ക് ആത്മാവിൽ ദൂത് സ്വീകരിക്കാൻ കഴിയും? അതേ പ്രിയരെ, നമ്മൾ പ്രതീക്ഷിക്കുന്ന സമയമല്ല ദൈവത്തിൻ്റെ വാഗ്ദത്ത നിവൃത്തിയുടെ സമയം. നമ്മൾ കരുതും നമ്മുടെ ജീവിതത്തിനകത്ത് അനുകൂലമായ സാഹചര്യങ്ങൾക്കകത്താണ് ദൈവിക വാഗ്ദത്ത നിവൃത്തി വെളിപ്പെടുന്നതെന്ന്. അത് നമ്മുടെ തെറ്റായ ചിന്താഗതിയാണ്. ഒരു ഭക്തനെ സംബന്ധിച്ചിടത്തോളം വചനാടിസ്ഥാനത്തിൽ പഠിച്ചു കഴിഞ്ഞാൽ അവൻ്റെ വാഗ്ദത്ത നിവൃത്തിയുടെ കാലം അടുക്കുമ്പോൾ അവന് സന്തോഷത്തെക്കാൾ പ്രതിസന്ധികളാണ് ഏറുന്നത്. ഈ പകൽക്കാലം ആർക്കുമില്ലാത്ത പ്രതിസന്ധി നിനക്കുണ്ടോ? ആർക്കുമില്ലാത്ത കഷ്ടത നിനക്കുണ്ടോ? ആർക്കുമില്ലാത്ത വേദന നിനക്കുണ്ടോ? നീ വാഗ്ദത്ത കാലത്തോടടുത്തു, നീ വാഗ്ദത്ത നിവൃത്തിയോടടുത്തു. വചനം ഇങ്ങനെ പറയുന്നു, അബ്രഹാമിനോട് അരുളി ചെയ്ത വാഗ്ദത്ത കാലം അടുത്തപ്പോൾ. അടുത്ത പദമാണ് ശ്രദ്ധേയം. മിസ്രയീമിൽ ഇസ്രായേൽ പെരുകി. പ്രിയരെ, മിസ്രയീമിൻ്റെ മണ്ണിൽ ഇസ്രായേൽ പെരുകുന്നത് വരെ, അല്ലെങ്കിൽ വാഗ്ദത്ത കാലം അടുക്കുന്നത് വരെ അവിടെയുള്ള ഫറവോന് യോസേഫിനെ നന്നായി അറിയായിരുന്നു. യോസേഫിൻ്റെ കെയർ ഓഫിൽ അവർക്ക് നല്ല അനുഗ്രഹമായിരുന്നു. അവരെ സ്വന്തദേശത്തുള്ളതിനേക്കാൾ സമൃദ്ധിയും അനുഗ്രഹവും മിസ്രയീമിൻ്റെ മണ്ണിൽ യോസേഫ് മുഖാന്തരം ഇസ്രായേൽ ജനത്തിന് ലഭിച്ചു. പക്ഷെ എപ്പോഴാണോ വാഗ്ദത്ത നിവൃത്തി വെളിപ്പെട്ടതെന്ന് സ്തെഫാനോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നു, ആ സമയം മുതൽ യോസേഫിനെ അറിയാത്ത ഫറവോൻ വെളിപ്പെടുകയും മിസ്രയീമിൽ ഇസ്രായേലിനെ അടിമയാക്കുകയും ചെയ്തു. ഈ പകൽക്കാലം നിന്റെ വാഗ്ദത്ത കാലം അടുത്തതുകൊണ്ടാണ് ഈ പ്രതിസന്ധി. വാഗ്ദത്തം നിന്റെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെടാനുള്ളത് കൊണ്ടാണ് പ്രിയ മാതാവ് നിന്റെ കൂടാരത്തിനകത്ത് ഇത്രയും വേദന. നിന്റെ ജോലിക്കകത്ത്, നിന്റെ ഭാവിക്കകത്ത്, നിന്റെ ഉപജീവനത്തിനകത്ത്, നിന്റെ വിദ്യാഭ്യാസത്തിനകത്ത് എന്തേ ദൈവദാസനെ ഇത്രയും വലിയ പ്രതികൂലം, ഇത്രയും വലിയ പ്രതിസന്ധി? ഇതുവരെ കാണാത്ത പ്രതികൂലങ്ങളും പ്രതിസന്ധികളുമാണല്ലോ ഈ പകൽക്കാലം ഞങ്ങൾ ഫേസ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ചോദിച്ച ഈ പകൽ ആത്മാവിലൊരു ദൂത് കൈമാറാനുണ്ട്, ദൈവത്തിനൊരു ദൂത് കൈമാറാനുണ്ട്. കാരണം ദൈവിക വാഗ്ദത്ത നിവൃത്തിയിൽ നീ അടുത്തപ്പോഴാണ് നിന്റെ കണ്ണിൻ്റെ മുൻപിൽ പ്രതികൂലം വെളിപ്പെട്ടത്. ഈ പകൽക്കാലം മറഞ്ഞിരുന്ന പ്രതികൂലങ്ങൾ നിന്റെ മുൻപിൽ വെളിപ്പെട്ടത് വാഗ്ദത്ത നിവൃത്തി അടുത്തത് കൊണ്ടാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞാൽ വചനം പറയുന്നു, കൊയ്ത്തുകാലമാകുമ്പോൾ യോർദാൻ കരകവിഞ്ഞൊഴുകും. അർത്ഥം, വേനൽക്കാലത്തില്ലാത്തത്, മഴക്കാലത്തില്ലാത്തത്, ജീവിതത്തിൻ്റെ ഒരു സീസണുകളിലും ഇല്ലാത്തത് കൊയ്ത്ത് കാലമാകുമ്പോൾ മാത്രം യോർദാൻ വെളിപ്പെടും. യോർദാൻ കരകവിഞ്ഞൊഴുകും. അർത്ഥം, വാഗ്ദത്തം മുന്നിൽ കാണുമ്പോൾ പ്രതികൂലമേറും. ഇന്ന് നീ അനുഭവിക്കുന്ന ഈ പ്രതിസന്ധി, ഇന്ന് നീ അനുഭവിക്കുന്ന കഷ്ടത നിന്റെ വാഗ്ദത്ത കാലം അടുത്തത് കൊണ്ടാണ്. നിന്റെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായതുകൊണ്ടാണ്. നിന്നെ തകർക്കാനല്ല. ആരോ പറയുന്ന ദൈവദാസനെ, ഇതെന്നെ തകർക്കാനാണോ, ഇതെന്നെ മുടിക്കാനാണോ? അല്ലേ, അല്ല. നിന്നിൽ വാഗ്ദത്ത കാലം വെളിപ്പെടാൻ സമയമായി. യോസേഫേ, നീ പൊട്ടക്കിണറിലേ വീണിട്ടുള്ളൂ, നീ അടിമച്ചന്തയിലേ നിന്നിട്ടുള്ളൂ. നിന്റെ സഹോദരന്മാർ 20 വെള്ളിക്കാശിനെ വിറ്റിട്ടുള്ളൂ. പക്ഷേ വാഗ്ദത്ത കാലം അടുക്കുമ്പോൾ ചെയ്യാത്ത കുറ്റത്തിന് നീ കാരാഗ്രഹത്തിനകത്താകും. ഓർക്കേണ്ടവർ നിന്നെ ഓർക്കാത്ത
ഒരു കാരാഗ്രഹവാസം നിന്നിൽ വെളിപ്പെടുമ്പോൾ ഉറപ്പിച്ചോണം, ഒരു വാഗ്ദത്ത നിവർത്തി നിന്നിൽ വെളിപ്പെടാൻ സമയമായി. പകൽക്കാലം ആ ദൂത് ഞാൻ അങ്ങനെ കൈമാറുകയാണ്. അബ്രഹാമിൻ്റെ വാഗ്ദത്തം വെളിപ്പെട്ടപ്പോൾ പ്രതീക്ഷിച്ചത് നന്മയാണ്, പക്ഷെ കണ്ണിൻ്റെ മുൻപിൽ വെളിപ്പെട്ടത് പ്രതികൂലമാണ്. പക്ഷെ ഈ പ്രതികൂലത്തിനകത്തും ദൈവത്തിന് നിൻ്റെ വാഗ്ദത്ത നിവർത്തിയിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ഈ പ്രതികൂലത്തിനകത്തും മിസ്രൈമിൻ്റെ മണ്ണിൽ ഇസ്രായേലിനെ വളർത്താൻ കഴിയും. ഈ പ്രതികൂലത്തിനകത്തും കനാൻ നാട്ടിലേക്ക് അവരെ മടക്കിക്കൊണ്ടുവരാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പൊട്ടക്കിണറിനകത്തു നിന്ന് രാജകൊട്ടാരത്തിൽ ഇരുത്താൻ യോസേഫെ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ യോർദാനെ മറികടന്ന് വാഗ്ദത്തത്തിൻ്റെ കൊയ്ത്തിനെ കൊയ്തെടുക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയും. ഈ പകൽ വിശ്വസിക്ക്, അബ്രഹാമിനൊരു വാഗ്ദത്ത കാലമുണ്ടായിരുന്നത് പോലെ ഈ പകൽ നിനക്കും നിൻ്റെ കൂടാരത്തിനും ഒരു വാഗ്ദത്ത കാലമുണ്ട്. ദൈവം പറഞ്ഞ വാഗ്ദത്തം നിന്നിൽ നിറവേറുന്നൊരു കാലമുണ്ട്. ആരെല്ലാം നിനക്കെതിരായി നിന്നാലും, എന്തെല്ലാം പ്രതിസന്ധി വന്നാലും, നിൻ്റെ ജീവിതത്തെ മുഴുവനും വഴിതിരിക്കുന്ന ദൈവത്തിൻ്റെ എൻകൗണ്ടറുകൾ വെളിപ്പെടുന്ന ഒരു സീസൺ വെളിപ്പെടും. കൺകളെ മൂടാമോ? ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഈ നിമിഷം എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിച്ച ചില വാഗ്ദത്തത്തിൻ്റെ കാലങ്ങൾ ഈ പകൽക്കാലം വെളിപ്പെട്ടു വരും. നീ അനുഭവിക്കുന്ന ചില വിഷയങ്ങൾക്കകത്തും ദൈവത്തിൻ്റെ വലിയ കൃപ ആഴമായി പകൽക്കാലം വെളിപ്പെടും. സ്വർഗീയമല്ല കർത്താവ്, എൻ്റെ കൂടെ ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഈ പകൽക്കാലം അബ്രഹാമിൻ്റെ മുൻപിൽ വാഗ്ദത്ത കാലം വെളിപ്പെട്ടതുപോലെ, അവിടെ കൂടാരത്തിനകത്ത് വാഗ്ദത്ത കാലം വെളിപ്പെട്ടതുപോലെ ഈ ജനത്തിൻ്റെ മേലും വാഗ്ദത്ത കാലം വെളിപ്പെടട്ടെ. ഇതുവരെ കാണാത്ത ചില ദൈവപ്രവർത്തികളെ കാണാം, ഇതുവരെയും അനുഭവിച്ചിട്ടില്ലാത്ത ചില ദൈവപ്രവർത്തികളെ അനുഭവിക്കുക, ഇതുവരെ കണ്ടിട്ടില്ലാത്ത ചില റീഖാമനാറികൾക്കമാനതരകളുടെ ചില വാഗ്ദത്ത നിവർത്തികൾ അവിടെ കണ്ണുകൊണ്ട് കാണാൻ, ഇതുവരെ അവരുടെ ജീവിതത്തിനകത്ത് സ്വപ്നം കണ്ടിട്ടില്ലാത്ത ചില വാഗ്ദത്ത നിവർത്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കരം പിടിച്ച് നടത്തുന്ന ഒരു പകലായി മാറണം. ഈ പകൽ, നാളെയല്ല, ഈ നിമിഷം വാഗ്ദത്ത നിവർത്തികൾ അവിടെ കൂടാരത്തിനകത്ത് വെളിപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ അങ്ങനെ കൽപ്പിക്കുക. ഈ ജനത്തെ ഞാൻ അങ്ങനെ ബ്ലസ് ചെയ്യുക. സ്വർഗം അങ്ങനെ ചെയ്യും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അതേ പ്രിയരെ, അബ്രഹാമിനൊരു വാഗ്ദത്ത കാലമുണ്ടായിരുന്നെങ്കിൽ, അബ്രഹാമിൻ്റെ വാഗ്ദത്ത കാലം എടുത്തപ്പോൾ ദൈവപ്രവൃത്തി വെളിപ്പെട്ടെങ്കിൽ, ഈ പകൽ നിനക്കും ഒരു വാഗ്ദത്ത കാലമുണ്ട്. നിനക്ക് വേണ്ടിയും ദൈവപ്രവൃത്തി വെളിപ്പെടും. അതിനുവേണ്ടി ലെറ്റ് us start our journey with Holy Spirit. പരിശുദ്ധാത്മാവിൻ്റെ കൂടെ ഒരു യാത്ര തിരിക്കാമോ? God bless you. Amen.